ഇവിടുത്തെ മുരിങ്ങയൊക്കെ ഇഷ്ടം പോലെ പൂത്തുട്ടോ. മുരിങ്ങാപ്പൂവ് ഇതാ. മുരിങ്ങാപ്പൂവ് കൊണ്ട് ഒരു കൂട്ടാൻ വെക്കണ്ട അറിയോ? എങ്ങനെയാണത്? മുരിങ്ങാപ്പൂവ് ഇതാ കൂട്ടാൻ വെക്കാണ്. പരിപ്പിട്ട് നാളികേരം അരച്ച് ഉള്ളി നാളികേരമൊക്കെ അരച്ച് വെക്കുക. ഈ ചിക്കൻ കറി പോലെ വെക്കില്ലേ? ചിക്കൻ കറി പോലെ വെക്കില്ലേ? ചിക്കൻ കറി അല്ല, മുത്തൻ കറിയാണ്. ചിക്കൻ കറി എപ്പോഴും ചിക്കനേ വേണ്ടു. ചിക്കൻ കറി. ചിക്കൻ വാങ്ങാൻ പൈസ തരുമോ? ചിക്കൻ വാങ്ങാൻ എൻ്റെ അടുത്ത് പൈസ ഇല്ല. പഴം വാങ്ങാൻ പഴം വാങ്ങാൻ തരോ? ചിക്കൻ മേടിക്കാനില്ല. പണ്ട് മുരിങ്ങാ പോവാണ്ട് കൂട്ടാൻ വെച്ചു ചോറുണ്ടെങ്കിൽ ഇനി ചോറുണ്ടോന്ന് ചോദിക്കും. ഇനിയും ചോറുണ്ടോ? അതെ, ഞാൻ അവിടെ നല്ല വലിയ മുരിങ്ങല്ലേ, അമ്മേനെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നിട്ടില്ല. അവിടെ പുളിക്കുന്ന ഒരാള് വരാണ്ട്, അച്ഛൻ്റെ ഒന്നാമത്തെ ആളാണ്. അയാൾ വെള്ളിയാഴ്ച കോട്ടയ്ക്ക് പോകും. കോട്ടയ്ക്ക് പോയ മടക്ക അങ്ങോട്ട് അവിടെയാണ് വരിക. അച്ഛനറിയും. അപ്പം മടക്ക അവിടെ വന്നാല് അവിടെ ചോറുണ്ടിട്ടാ പോവുക ഉച്ചക്ക്. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് അറിയോ, ഈ മുരിങ്ങാപ്പൂ ഇഷ്ടം പോലെ ഉണ്ട്. അത് പറിച്ച് കൊണ്ടുവന്ന് പരിപ്പിട്ട് നല്ലോണം. ഇപ്പം തക്കാളിയല്ലേ, അന്ന് തക്കാളി ഇല്ലല്ലോ, ഉള്ളി നാളികേരം ഒക്കെ കൂടി അരച്ച് നന്നായിട്ടാണ്ട് വെച്ച് നല്ലൊരു ഉള്ളിയും കടുകും കൂടി ഒരു വറവും. അയാള് പറയാ, ഞാൻ ഇന്നും വരെ ഇങ്ങനത്തെ ഒരു കൂട്ടാൻ ഞാൻ കൂട്ടിയിട്ടില്ല. എത്രയാ അയാളെ കൂട്ടാൻ കൂട്ടിയതെന്ന് പറയാൻ നിച്ചല്ല. തള്ളിയതാണോ? തള്ളിയതാണോ? ആര് തള്ളിയതാണോ? തള്ളിയതാണ്. ബടായി പറഞ്ഞതാണോ? ബടായി പറഞ്ഞതല്ല, തള്ളിയതുമല്ല, കാര്യം പറഞ്ഞതാ. അങ്ങനെ തള്ളി പറയണ ഏർപ്പാടില്ല. ഞാൻ നോണിയും പറയില്ല. ഇല്ലല്ലേ? എന്നിട്ട് കൂട്ടാൻ അതന്നെ. എന്നിട്ട് അയാള് കൂട്ടി ചോറുണ്ട്. 4 മണിയൊക്കെ അയാൾ പോകുമ്പോ. കുടുംബക്കാരാണ്, അച്ഛന്റെ കുടുംബാണ്. പൊളിച്ചില് നരന്നാരെന്ന് അറിയും. അയാളില്ല, പോയി മരിച്ചുപോയി. മുരിങ്ങാപ്പൂവ് ഉണ്ടാവട്ടെ. എന്നിട്ട് ഒരു രസം കൂട്ടാൻ വെക്കണം നല്ലോണം. അധികം വെള്ളം വെക്കരുത്. അതിൽ കുറച്ച് ചിക്കനും കൂടെ ഇടാം. അത് കേൾക്കുമ്പോ ആ ചിക്കനെ വേറെ വെച്ചൂടെ? ചിക്കൻ വെക്കാത്ത എങ്ങനെ വേണ്ടി വരും.